നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. തെന്മല പരപ്പാർ ഡാമിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ IRDB ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് IRDB ചീഫ് എഞ്ചിനീയർക്ക് സംഘം പരാതി നൽകി. ചിതറ പഞ്ചായത്തിലെ വളവുപറ്റയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ നടപടി തുടങ്ങി. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം IG മനോജ് എബ്രഹാം പഞ്ചായത്ത് വിട്ടു നൽകുന്ന നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. പാലരുവി വെള്ളച്ചാട്ടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആര്യങ്കാവ് വനസംരക്ഷണ സമിതിയിലെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലരുവിയുടെ കവാടം ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. തെന്മല പരപ്പാർ ഡാമിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ IRDB ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് IRDB ചീഫ് എഞ്ചിനീയർക്ക് സംഘം പരാതി നൽകി. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ തെന്മലയിലെത്തിയ IRDB ചീഫ് എഞ്ചിനീയർ മഹാനുദേവനും സംഘവും ഡാം ടോപ്പിലേക്കുള്ള ഗേറ്റ് കടക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് AC സഞ്ജയ് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു പിക്കറ്റിംഗ്. പരപ്പാർ ഡാം നേരിടുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ചീഫ് എഞ്ചിനീയറുടെ സന്ദർശനം പ്രഹസനമാണെന്നും മുമ്പ് ചീഫ് എഞ്ചിനീയർ സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നാളിതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി. കൂടാതെ പോയ വർഷം തമിഴ്നാട്ടിൽ നിന്ന് ഒരു ജില്ലാ കളക്ടറും RDOയും തെന്മല ഡാം സന്ദർശിച്ച ചിത്രങ്ങൾ പകർത്തിയെന്നും ഇത് സർക്കാരിന്റെ അറിവോടെയാണെന്നും അഡ്വക്കേറ്റ് AC സഞ്ജയ് ഖാൻ ആരോപിച്ചു. ഡാമിലെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചു തയ്യാറാക്കിയ നിവേദനവും ചീഫ് എഞ്ചിനീയർക്ക് സമരക്കാർ നൽകി. ഡിവിഷണൽ ഓഫീസ് പുനഃസ്ഥാപിക്കുക, ഡാമിലെ എക്കലും മണലും നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കുക, ഭൂകമ്പ മാപിനി സ്ഥാപിക്കുക, സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉണ്ടായിരുന്നത്. ഈ പുനലൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് പമ്പ് ഹൌസിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഈ പമ്പ് ഹൌസിലേക്ക് വെള്ളം അടിക്കുന്നത് കല്ലടയാറ്റിൽ നിന്നാണ്. പക്ഷേ ഈ കല്ലടയാറ്റ് തുറന്നുവിടാത്തത് കാരണം, കല്ലടയാറ് വറ്റിവരണ്ട് കിടക്കുന്നത് കാരണം പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തുന്നില്ല. വെള്ളം എത്താത്തതുകൊണ്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് തെന്മല ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലും പുനലൂരും ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ. ഇത് പരിഹരിക്കുന്നതിന് അടിയന്തരമായി ദിവസം 2 മണിക്കൂറെങ്കിലും പമ്പ് ചെയ്യുന്നതിന്, വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് മറ്റാവശ്യം. അതോടൊപ്പം ഇവിടെ കഴിഞ്ഞ ജൂലൈ മാസം 23-ാം തീയതി തിരുനെൽവേലി കളക്ടറും അദ്ദേഹത്തോടൊപ്പം ഒരു ടീമും വന്ന് തെന്മല ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളും തെന്മല ഡാമിൻ്റെ ഉൾഭാഗവും ഉൾപ്പെടെ വളരെയധികം ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. അതുപോലെ അനധികൃതമായി ഡാമിന് വിവിധ തലത്തിലുള്ള ആളുകൾ കടന്നു വരാതിരിക്കുവാനുള്ള ശക്തി, അതിന് ഡാമിന് സുരക്ഷാ സംവിധാനമില്ല. അത്രയും പെട്ടെന്ന് ഡാമിന് അടിയന്തര സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട്, ഒന്നുകിൽ പോലീസിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഡാമിന് ഒരു ശാശ്വതമായ നല്ല ഒരു സംവിധാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സുരക്ഷ ഏർപ്പെടുത്തണമെന്നാണ് സിഇയോട് ആവശ്യപ്പെട്ടത്. തമിഴ്നാട് കളക്ടർ സന്ദർശിച്ച സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് ഉടൻ നിർദ്ദേശം നൽകുമെന്നും നിവേദനത്തിലുള്ള മറ്റ് ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചീഫ് എഞ്ചിനീയർ മഹാനുദേവൻ പറഞ്ഞു. ഇതിന്റെ ഒരു സ്കാനിങ് നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഡാമിന്റെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കംപ്ലീറ്റ് അതിന് നമ്മൾ ടോമോഗ്രാഫി എന്നാണ് പറയുന്നത്. അപ്പോൾ കല്ലട ഡാമിന് നമ്മൾ സ്കാനിങ് പ്രപ്പോസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ചോർച്ച കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെ അടയ്ക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗട്ടിങ് നടക്കും. അപ്പോൾ അതൊരു പ്രപ്പോസൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഭൂകമ്പ മാവിനെ കുറിച്ചിട്ട് ഇപ്പോൾ സെസ്സുകാരാണ് ഇവിടെ ഒരു സ്റ്റഡി നടത്തി ഈ സ്ഥലമൊക്കെ വന്ന് നോക്കി. അപ്പം ഞങ്ങൾ വെക്കണോ അവർ വെക്കണോ എന്നുള്ള ഒരു ഇതുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം സിവിൽ എഞ്ചിനീയേഴ്സിന് ഭൂകമ്പ മാവിനി വെച്ചാലും അതിൻ്റെ റീഡിങ്സൊക്കെ അവർക്ക് കൊടുത്തിട്ട് വീണ്ടും അവരെ അസസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരും. അപ്പോൾ അതിന് നല്ലത് അവരെ തന്നെ ഏൽപ്പിക്കാനൊരു സ്റ്റെപ്പ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യൂബിക് മീറ്റർ ചളിയും മണ്ണും കൂടി അതിനകത്ത് അടഞ്ഞു കൊള്ളിക്കുന്നുണ്ട്. ആകെയുള്ള 500 ശിഷ്ടം ക്യൂബിക് മീറ്ററിൽ 10% എക്കൽ മണ്ണ് അതിനകത്ത് വന്നിട്ടുള്ളൂ. പക്ഷേ അതും മാറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗവൺമെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റിനകത്തുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഫോറസ്റ്റിനകത്തുള്ള അത് മാറ്റാൻ പാടില്ല എന്ന് പരിസ്ഥിതിയുടെ ഒരു വാദം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. എങ്കിലും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ആ പ്രശ്നം നമുക്ക് ഉടനെ സോൾവ് ചെയ്യാൻ പറ്റും. തുടർന്ന് സമരക്കാർ പിരിഞ്ഞുപോയ ശേഷം ഡാം ടോപ്പ്, സ്പിൽവേ, ഗാലറി തുടങ്ങിയവ സന്ദർശിച്ച ചീഫ് എഞ്ചിനീയർ അണക്കെട്ടിന്റെ വലതുഭാഗത്തുള്ള ചോർച്ചയെക്കുറിച്ച് വിലയിരുത്തി. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്താനും തീരുമാനിച്ചു. ചീഫ് എഞ്ചിനീയർക്കൊപ്പം KIP സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഗീതാഭായ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുദേവൻ, മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇസ്മായിൽ, KIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ Y അച്ഛൻകുഞ്ഞ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂരിൽ തുടർച്ചയായ 3-ാം വർഷവും ഓണം ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ നഗരസഭ തീരുമാനം. ഇതു സംബന്ധിച്ച ആലോചനാ യോഗം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്നു. കൗൺസിൽ തീരുമാനിച്ചത് കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് ഈ ഫെസ്റ്റിവലിന്റെ സംഘാടനത്തിൽ ഏർപ്പെടണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടായ ഒരു യോജിപ്പോടെ ഒരു നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും എല്ലാ മാധ്യമ പ്രവർത്തകരെയും എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലായിരിക്കണം ഇപ്രാവശ്യം സംഘടിപ്പിക്കേണ്ടത്. ഓണം ഫെസ്റ്റ് ഇക്കുറിയും വ്യത്യസ്തതയോടെ സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. മെഗാ ഷോകൾ, തീം പാർക്കുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, പെറ്റ് ഷോ തുടങ്ങിയ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആലോചനാ യോഗം ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. ജിജി കെ ബാബു, ആർ രഞ്ജിത്ത് എന്നിവർ ഇക്കുറിയും പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതലക്കാരാവും. നഗരസഭാ കൌൺസിലർമാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ പഞ്ചായത്തിലെ വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം IG മനോജ് എബ്രഹാം പഞ്ചായത്ത് വിട്ടു നൽകുന്ന നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനായി പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലവും താൽക്കാലിക കെട്ടിടവും IG കണ്ട് വിലയിരുത്തി. വിസ്തൃതമായ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ചാണ് വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്ത്, കുമ്മിൾ ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളുടെ കുറച്ചു ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെട്ടതായിരിക്കും വളവുപച്ച പോലീസ് സ്റ്റേഷന്റെ പരിധി. MLA മുല്ലക്കര രത്നാകരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെ കണ്ട് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് നടപടികൾക്കായി മന്ത്രി IG മനോജ് എബ്രഹാമിനെ ചുമതലപ്പെടുത്തിയത്. വളവുപച്ച മാർക്കറ്റിന് സമീപത്താണ് പഞ്ചായത്ത് സ്ഥലം നൽകിയിരിക്കുന്നത്. ഇവിടെ നിലവിലുള്ള പഞ്ചായത്ത് വക കെട്ടിടം നവീകരിച്ചു നൽകും. തുടർന്ന് പൊതുജന പങ്കാളിത്തത്തോടെ പോലീസ് സ്റ്റേഷന് കെട്ടിടം നിർമ്മിച്ചു നൽകാനും പഞ്ചായത്ത് തീരുമാനിച്ചു. 1 മാസത്തിനകം കെട്ടിടം തയ്യാറാക്കി നൽകുമെന്നും 2 മാസത്തിനകം പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ പറഞ്ഞു. മന്ത്രിയുമായി നേരിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി പെട്ടെന്ന് ക്യാബിനറ്റിൽ വയ്ക്കുന്നതിന് വേണ്ടുന്ന നടപടി കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് IG മനോജ് എബ്രഹാം സാറിന് ഇന്ന് അതിന്റെ എൻക്വയറിക്ക് വേണ്ടി വിട്ടത്. അപ്പൊ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി താൽക്കാലികമായി പഞ്ചായത്തിന് 7 മുറിയുള്ള ഒരു ബിൽഡിംഗില് പോലീസ് സ്റ്റേഷന് താൽക്കാലികം തുടങ്ങുന്നതിനുള്ള രീതി അത് അറേഞ്ച് ചെയ്യുന്നതിന് ഏകദേശം ഒരു 15 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. അത് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് 1 മാസത്തിനകം അത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനിടെ അടുത്ത ക്യാബിനറ്റ് ഡിസിഷൻ എടുത്ത് ചിതറ പഞ്ചായത്തിലെ മാങ്കോട്, ചിതറ വില്ലേജുകളും, ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ കുറച്ച് ഭാഗവും, കുമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ചേരുന്ന വലിയ ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കും ചിതറ പഞ്ചായത്തിലെ ചിതറ പോലീസ് സ്റ്റേഷൻ വളവുപച്ചയിൽ തുടങ്ങുന്നത്. റൂറൽ SP S സുരേന്ദ്രൻ, പുനലൂർ DYSP NA ബൈജു, കടക്കൽ CI SM റിയാസ്, കടക്കൽ SI AM കബീർ, ചടയമംഗലം SI V ബൈജു എന്നിവർ IGക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പാലരുവി വെള്ളച്ചാട്ടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആര്യങ്കാവ് വനസംരക്ഷണ സമിതിയിലെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലരുവിയുടെ കവാടം ഉപരോധിച്ചു. ചൊവ്വാഴ്ച ഉച്ചവരെ സമരം മൂലം സഞ്ചാരികൾക്ക് പാലരുവിയിൽ പ്രവേശിക്കാനായില്ല. 8 വർഷത്തിലേറെയായി തൊഴിൽ ചെയ്യുന്നവരും പുതുതായി ജോലിയിൽ പ്രവേശിച്ചവരും വെവ്വേറെയാണ് സമരം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ തൊഴിലാളികൾ പാലരുവിയുടെ ടിക്കറ്റ് വിതരണ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്നു. സഞ്ചാരികളെ കയറ്റിവിടാനോ ടിക്കറ്റ് നൽകാനോ സമരക്കാർ അനുവദിച്ചില്ല. വർഷങ്ങളായുള്ള ജീവനക്കാരുടെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച് പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ഒരു വിഭാഗം സമരം നടത്തിയത്. ഞങ്ങൾ ഇവിടെ 7 വർഷമായി ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. 11 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. 11 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടെ നിയമപരമായിട്ടല്ലാതെ ഇപ്പം കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ ഇവിടെ കൊടുത്തു. അതിന് നമ്മളാരും അതിനെതിര് പറയുന്നില്ല. തൊഴിലവസരങ്ങൾ കണ്ടെത്തി തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DFO പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും പിന്നെ ജോലിക്കാരുടെ അധിക സമ്മർദ്ദമാണ്. ഉള്ളവരുടെ ജോലി വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇവർക്ക് ജോലി കൊടുക്കുന്നത്. അതിന് ഞങ്ങളുടെ ജോലി കുറയ്ക്കരുതെന്നുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടി ഇന്നിവിടെ തീരുമാനിച്ചത്. ഇതിന്റെ നിയമം അനുസരിച്ച് ഇവരെ ആദ്യമുള്ളവരെ 26 ദിവസം ജോലി ചെയ്യുന്നവരെ ഞങ്ങളെ 15 പേരെ ഇതുകൊണ്ടൊക്കെ ഡ്യൂട്ടിക്ക് എടുത്തപ്പോൾ ആദ്യം നിന്നവരെ 26 ദിവസം ഡ്യൂട്ടിയായിട്ട് കൊടുത്തു. ഈ 26 ദിവസം ഡ്യൂട്ടിയായിട്ട് കൊടുത്തപ്പോഴാണ് ഞങ്ങളെ മാസം ഇതുകൊണ്ടൊക്കെ 15 ദിവസം എന്നുള്ള വ്യവസ്ഥയിൽ എടുത്തത്. അപ്പോൾ ഈ അതേ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് അതേ രീതിയിൽ തന്നതിന് ശേഷമേ അവർക്കിപ്പം എടുത്തവർക്ക് കൊടുക്കാം. ഞങ്ങളുടെ 2 കൂട്ടരുടെ ഞങ്ങളെ പൊതുയോഗം അംഗീകരിച്ച്, കമ്മിറ്റി അംഗീകരിച്ച്, നിയമാവലി എല്ലാം അംഗീകരിച്ചെടുത്തവരാണ് ഞങ്ങൾ. ഇപ്പോൾ കയറിയവർക്ക് കമ്മിറ്റി അംഗീകരിക്കാത്ത, പൊതുയോഗം അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയാണ് കോടതി ഉത്തരവ് നടപ്പാക്കണോ എന്നും പറഞ്ഞ് നടപ്പാക്കിക്കൊണ്ട് വന്നേക്കുന്നത്. അതേസമയം തൊഴിൽ ദിനങ്ങൾ എല്ലാവർക്കും തുല്യമാക്കി നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മറുവിഭാഗത്തിന്റെ സമരം. ഇവർക്ക് പിന്തുണയർപ്പിച്ച് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളും എത്തി. ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുഖ്യ വനപരിപാലനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു ഉത്തരവിറക്കി.
ആ ഉത്തരവിൽ പറയുന്നു, ഇവിടെയുള്ള ജോലി എല്ലാവർക്കും തുല്യമായി വീതിച്ചു നൽകണം. അത് കേഡന്മാരാണെങ്കിലും മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിലും തുല്യമായി വീതിച്ചു കൊടുക്കണം എന്ന് പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ മുഖ്യ വനപരിപാലനം പറഞ്ഞു. ആ ഉത്തരവിന്റെ ഭാഗമായി കേരളത്തിലെ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി, ഇതിനെല്ലാം ഒരു ഫോറസ്റ്റിന്റെ വികസന ഏജൻസികളുണ്ട്. ആ ഏജൻസി FDA അത് കൂടിയിട്ട് അവിടെ ഒരു വ്യക്തമായ തീരുമാനമെടുത്തു. ഈ പാലരുവി VSSൽ വരുന്ന ജീവനക്കാർക്ക് എല്ലാവർക്കും തുല്യമായി ജോലി കൊടുക്കാനുള്ള നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം. ആ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 1-ാം തീയതി മുതൽ ജോലി തുല്യമാക്കാൻ തീരുമാനിക്കുന്നു. അതേസമയം അന്യസംസ്ഥാന വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ പാലരുവി സന്ദർശിക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് 12 മണിവരെ ഇവരെ കടത്തിവിടാൻ സമരക്കാർ അനുവദിച്ചില്ല. ഓഗസ്റ്റ് 1-ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് വനംവകുപ്പ് തയ്യാറാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും നടത്തിയ ചർച്ചയിൽ ഓഗസ്റ്റ് 1 മുതൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ധാരണയുമായി. അതേസമയം പഴയ തൊഴിലാളികൾ അവരുടെ ആവശ്യം ആരും പരിഗണിച്ചില്ലെങ്കിലും സമാധാനപൂർവ്വം പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. KIPയുടെ ചാലിയക്കരയിലെ അക്യൂഡക്ട് പാലം അറ്റകുറ്റപ്പണികളില്ലാത്തതിനാൽ തകർച്ചാ ഭീഷണിയിലാണ്. കൈവരികൾ ദുർബലമായ പാലം അപകട ഭീഷണി ഉയർത്തുന്നു. കല്ലട ജലസേചന പദ്ധതിയുടെ വലതുകര കനാലിലെ ഏറ്റവും വലിയ അക്യൂഡക്റ്റാണ് ചാലിയക്കരയിലേത്. ക്രിയാത്മകമായ അറ്റകുറ്റപ്പണികളോ പരിരക്ഷയോ ലഭിക്കാത്തതിനാൽ ഇത് തകർച്ച നേരിടുകയാണ്. അക്യൂഡക്ട് ഉൾക്കൊള്ളുന്ന പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട്. കൈവരികൾ തകർന്ന് വലിയ അപകട ഭീഷണി ഉയരുകയാണ്. പതിവായി നിരവധി യുവാക്കൾ ഇവിടെ സമയം ചെലവഴിക്കാനായി എത്താറുണ്ട്. കൈവരികൾ തകർന്നിരിക്കുന്നതിനാൽ ഇവിടെ ആളുകൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെ. അടിയന്തരമായി പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തി തകർച്ച തടയുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കൂട്ടം മരങ്ങൾ ഇരുമ്പ് തൂണുകളിൽ കൂടി പിടിച്ച് അത് ഈ അടുത്ത സമയമാണ് വെട്ടിമാറ്റിയ ചോർന്ന് പൊട്ടി ഒലിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നു. ആറ്റിന്റെ നടുക്ക് ഭാഗം എങ്ങാണ്ടും ഉദ്ദേശം ഒരു 10 മീറ്ററോളം അകലത്തിൽ അതിന്റെ പാളികൾ മൊത്തം ആറ്റിലേക്ക് ഒടിഞ്ഞു പോയിരിക്കുകയും തകർന്ന് ഏത് സമയം അക്കടേറ്റ് തകർന്നു പോകാൻ ഉള്ള സാധ്യതയാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. ഇത് നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെടുത്തി ഇതിന്റെ പണികൾ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് വിനീതമായ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. ഇത് ആർക്കും വന്നത് കള്ളോ കവടവുമല്ല, നേരിൽ വന്ന് കണ്ട് ഇത് ബോധ്യപ്പെട്ട് ഇത് പണിയണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുങ്ങിമരണങ്ങൾ പതിവാവുന്ന കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി മാതൃകയാവുകയാണ് പത്തനാപുരത്ത് ഒരു യുവാവും സഹോദരി. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. സുബിയും നെബുവും നീന്തൽ പരിശീലനത്തിന്റെ തിരക്കിലാണ്. പത്തനാപുരം പള്ളിമുക്ക് ഈട്ടിവിള വീട്ടിൽ സുബി ചേകവും നെബുവും സഹോദരങ്ങളാണ്. ഇവർ വർഷങ്ങളായി വേനലവധിക്കാലത്ത് പ്രദേശവാസികളായ കുട്ടികൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു. നിരവധി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതിലുപരിയായിട്ട് ഇപ്പോൾ അവധി ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികളിവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിലാണ് നീന്തൽ പരിശീലനം. 4 വർഷമായി പരിശീലന കാലയളവിൽ നിരവധി പേർ ഇവരിൽ നിന്ന് നീന്താൻ പഠിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായാണ് പരിശീലനം. കൂട്ടം മുങ്ങിമരണത്തിന്റെ വാർത്തകൾ പതിവായ സാഹചര്യത്തിൽ ഭാവി തലമുറയെ ഇത്തരം ആപത്കരമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് മാധ്യമപ്രവർത്തകൻ കൂടിയായ സുബിയും സഹോദരിയും ചേർന്ന് നടത്തുന്ന ഈ യത്നം ഏറെ പ്രശംസനീയമാണ്. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ മറ്റും നമ്മൾ വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം നമ്മൾ വായിക്കാറും കാണാറുമുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഈ ഇന്നത്തെ സംസ്ഥാന സർക്കാരുകൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് ഏറെ വാസ്തവം. ഇപ്പോൾ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നീന്തൽ പരിശീലനത്തിനായി ലക്ഷങ്ങൾ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ അവർ വേണ്ടുന്ന വിധം വിനിയോഗിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഇവിടെ ഈ സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം നൽകുന്നു. ഒരു എയർ ബാഗ്, അതായത് എയർ ബാഗ് വെള്ളത്തിൽ ഈ പരിശീലിപ്പിക്കുന്നതിനായി അത് ചോദിച്ചപ്പോൾ പോലും അവർ പറയുന്നത് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ സൗജന്യമായിട്ട് അവധിക്കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പോഴും അവധി ദിവസങ്ങളിലും ഇത് തുടരും. കല്ലടയാറ്റിലെ ചേകം പൂന്തോട്ടത്തിൽ കടവിലാണ് നീന്തൽ പരിശീലനം. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ ഇവിടെ എത്തുന്നു. ചെറിയ നീന്തൽ കുളങ്ങൾ നിർമ്മിച്ച് ഉയർന്ന ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ പലയിടത്തുമുണ്ട്. എന്നാൽ ഇവിടെ നല്ല ഒഴുക്കും ആഴവുമുള്ള വെള്ളത്തിൽ പരിശീലിപ്പിക്കുന്നതിനാൽ കുട്ടികൾക്ക് വെള്ളത്തോടുള്ള ഭയം മാറ്റുന്നതിനും വലിയ ജലാശയങ്ങളിൽ നീന്തി തുടിക്കുന്നതിനും കഴിയുന്നു. ഏറെ പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലീസ് സേനയിലോ അല്ലെങ്കിൽ അഗ്നിശമന സേനയിലോ ഇത്തരം നീന്തൽ പരിശീലനമുള്ളവർ ഇല്ലെന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ വീണ ഒരു അപകടം ഉണ്ടാകുമ്പോൾ
പെട്ടെന്ന് അവരെ വിളിക്കുമ്പോൾ അവർ നോക്കുകുത്തികളായിട്ട് നോക്കി നിന്നിട്ട് ചില നാട്ടുകാരിൽ ചിലരാണ് ഒന്നീ രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ മൃതശരീരം കണ്ടെത്തുന്നതിനോ വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഭാവി തലമുറയിലെങ്കിലും ഈ അഗ്നിശമന സേനയിലോ അല്ലെങ്കിൽ പോലീസ് സേനയിലോ അല്ലെങ്കിൽ സൈന്യത്തിലോ എടുക്കുമ്പോൾ, ഏതെങ്കിലും സൈന്യത്തിൽ എടുക്കുമ്പോൾ ഇത്തരം നീന്തൽ അറിയാവുന്നവരെ എടുക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് ഭാവി തലമുറയിലെങ്കിൽ നമ്മുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യം. ഇവിടെ ഇങ്ങനെ ഒരു സത്പ്രവൃത്തി നടക്കുമ്പോൾ സർക്കാരും ത്രിതല പഞ്ചായത്തുകളും പ്രതിവർഷം നീന്തൽ പരിശീലനത്തിന്റെ പേരിലുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയോ ലാപ്സാക്കി കളയുകയോ അനർഹർക്ക് നൽകി കമ്മീഷൻ പറ്റുകയോ ചെയ്യുകയാണെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പതിവായി 200-ൽ താഴെ തുക ബില്ലടച്ചു വന്ന ഉപഭോക്താവിന് ഒറ്റയടിക്ക് 13,000 രൂപയുടെ വൈദ്യുതി ബില്ല് നൽകി KSEB ഞെട്ടിച്ചു. കടയ്ക്കൽ ചിത്ര സെക്ഷൻ പരിധിയിലാണ് സംഭവം. പ്രാഥമിക പരിശോധനയിൽ മീറ്റർ തകരാറാണ് പിഴവിന് കാരണമെന്ന് കണ്ടെത്തി. ചിതറ KSEB സെക്ഷന്റെ പരിധിയിൽ പതിവായി 180 രൂപ മുതൽ 200 രൂപ വരെ ബില്ലടച്ചുവെന്ന വ്യാപാര സ്ഥാപനത്തിലാണ് ഇത്തവണ 13,000 രൂപയുടെ ബില്ലു കിട്ടി ഉടമ ഞെട്ടിയത്. ചിതറ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന റാണി ജ്വല്ലറി വർക്ക്സ് എന്ന സ്ഥാപനത്തോടാണ് KSEBയുടെ കടുങ്കൈ. പകൽ മാത്രം പ്രവർത്തിക്കുന്ന കടയിൽ ആകെയുള്ളത് 2 ഇലക്ട്രോണിക് ട്യൂബ്ലൈറ്റുകൾ മാത്രം. 14 യൂണിറ്റ് വരെ ഉപയോഗിക്കാം എന്നിരിക്കെ 1000-ഓളം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചതായി ബില്ലിൽ രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ബില്ല് നൽകിയ ജീവനക്കാരനോട് പരാതി പറഞ്ഞു. മീറ്റർ പരിശോധിച്ച ജീവനക്കാരൻ മീറ്ററിന്റെ തകരാറുകൊണ്ടോ എർത്ത് തകരാറുകൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം എന്ന് വിശദീകരിച്ചു. മീറ്റർ മാറ്റിവെച്ച് പരിശോധിച്ചാൽ മാത്രമേ തകരാറ് കണ്ടുപിടിക്കാനാകൂ എന്ന് നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് KSEB ഓഫീസിലെത്തി പുതിയ മീറ്ററിനുള്ള അപേക്ഷ നൽകിയിരിക്കുകയാണ് വ്യാപാരി. 13,434 രൂപയാണ്. ഞാൻ 2 മാസത്തിലൊരിക്കൽ അടയ്ക്കുന്ന ബില്ല് 12 യൂണിറ്റ് എനിക്ക് ഇരിക്കാൻ അവകാശമുള്ളൂ. 200 രൂപയ്ക്ക് അകത്താണ് ഈ വാടക വന്നുകൊണ്ടിരുന്നത്. ഇത് കണ്ട് രാവിലെ മുതൽ ശരീരം തളർന്ന് വീഴാനുള്ള ഇതായിരുന്നു. പിന്നെ ഉടനെ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പിന്നെ ഇനി ഒരു പുതിയ മീറ്ററിന് പൈസ അടയ്ക്കണം, അത് 210 രൂപ അങ്ങനെ അടച്ചു. മീറ്ററിന്റെ ഡിജിറ്റുകൾ മാറുന്നതിലെ അപാകതയാണ് ഇത്രയുമധികം യൂണിറ്റുകൾ രേഖപ്പെടുത്തപ്പെട്ടതിന് കാരണമെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകും. അതേസമയം പരിശോധനാ ഫലം വരുന്നത് എങ്ങനെയാവും എന്ന ഭീതിയിലാണ് ഉപഭോക്താവ്. മീറ്ററിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് പറയുന്നത്. മീറ്ററിന്റെ കംപ്ലൈന്റ് അല്ലെങ്കിൽ എർത്ത് കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ നമ്മൾ ഈ പൈസ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. എന്നെ കൊണ്ടാണെങ്കിൽ അത് നിവൃത്തിയില്ല. കാരണം ഇവിടെ ആകെ ഒരു ഇലക്ട്രോണിക് ചോക്കാണ് ഇവിടെ വയ്ക്കുന്നത്. ഫാൻ ഇടാൻ ഒക്കത്തില്ല, പണിയുള്ളത് കൊണ്ട് ഫാനും ഇടാൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെന്മല പരപ്പാർ ഡാമിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ IRDB ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് IRDB ചീഫ് എഞ്ചിനീയർക്ക് സംഘം പരാതി നൽകി. ചിതറ പഞ്ചായത്തിലെ വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ നടപടി തുടങ്ങി. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം IG മനോജ് എബ്രഹാം പഞ്ചായത്ത് വിട്ടു നൽകുന്ന നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. പാലരുവി വെള്ളച്ചാട്ടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആര്യങ്കാവ് വനസംരക്ഷണ സമിതിയിലെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലരുവിയുടെ കവാടം ഉപരോധിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.